ഞാൻ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്ന് വരികയാണ്. 2024 ജൂൺ മാസം ഞാൻ നിങ്ങളെപ്പോലെ ഇവിടെ വന്നു പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കൃപാസനം ഇവിടെ ആദ്യം വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു എഗനിസ്റ്റായിട്ട് അച്ഛന് ജോസഫ് അച്ഛനൊക്കെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കൃപാസനം പത്രമൊക്കെ ആൾക്കാർ കൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വായിക്കാറൊന്നുമില്ല, മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിലെന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ ഭക്തനാണ് ഞാൻ ചെറുപ്പം മുതലേ. അപ്പോൾ ഞാനിവിടെ ജൂൺ 2024 ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഇവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് മുകളിലായിരുന്നു. അപ്പം ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നി. അപ്പം ഈ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2:30-ക്കാണ് ഞങ്ങൾക്ക് സമയം ഈ ഉടമ്പടി എടുക്കാൻ. അപ്പം എനിക്ക് മുകളിൽ ചെന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ എനിക്ക് എങ്ങനെയും പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വഴി ഒരു അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഉടമ്പടി എടുക്കാൻ. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു അനുഭവസാക്ഷ്യം പറഞ്ഞു. അച്ഛൻ്റെ ബന്ധുക്കാരൊരാൾ അമേരിക്കയിലുണ്ട്. ആ കൊച്ചിന് ഉടമ്പടി പ്രാർത്ഥന എടുത്തത് വഴിയായി സൗഖ്യം കിട്ടി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു ഉറച്ച ബോധ്യം തന്നു, ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ കഷ്ടപ്പാട് സഹിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി. എനിക്ക് ദൈവകൃപയാൽ തിരിക്കാല് കിട്ടി. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ തിരിക്കാലുമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് അമേരിക്കയ്ക്ക് പോയി. ഞാനിവിടെ നിന്ന് ഇച്ചിരി എണ്ണയും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കാലമായിട്ടൊരു 10 വർഷത്തോളം ഗ്യാസ്ട്രിക്കിൻ്റെ അസുഖമുണ്ട്. ഭയങ്കര സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഗ്യാസ്ട്രൈറ്റീസ് എന്നൊക്കെ ഡോക്ടർ പറയും. അപ്പോൾ ആ തേന് കഴിച്ചത് വഴിയും രാവിലെ എണ്ണ തേച്ചത് വഴിയായിട്ട് എൻ്റെ ആ ഗ്യാസ്ട്രൈറ്റീസ് പെർമനൻ്റായിട്ട് മാറിപ്പോയി. ഒരു 6 മാസത്തോളം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പം കൃപാസനം അമ്മയ്ക്ക് ഞാൻ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അത് ഇന്നും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി, ഞങ്ങളുടെ ബെഡ് മുറിയിലുണ്ട്. ഞങ്ങൾ ജപമാല എന്നും ചെല്ലുമ്പം ഞങ്ങൾ അവിടെ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. അതുവഴി എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും മാതാവ് ഈശോയുടെ കൂടെ, മാതാവ് ഈശോ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും മുമ്പിൽ നിന്നൊരു സ്ഥലമായിട്ട് ഞങ്ങളെ നയിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും. അത് ഞാൻ ഞങ്ങളുടെ സാക്ഷ്യമായിട്ട് ഇവിടെ പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപാസന ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു.